ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ നിർണായക വിധി അല്പസമയത്തിനകം. പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണം എന്ന ഹർജിയിൽ ഹൈക്കോടതി അല്പസമയത്തിനകം വിധി പറയും. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികളെ ഹൈക്കോടതിയിൽ എത്തിച്ചു. കെ കൃഷ്ണനെയും കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 12ാം പ്രതി ജ്യോതി ബാബു ആശുപത്രിയിൽ നിന്ന് ഓൺലൈനായി ഹാജരാകും. ഹൈക്കോടതിയിൽ നിന്ന് ബിനിലും എസ് രാഗിനുമാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ബിനിലിലേക്കാണ്. ബിനിൽ, 10:30 നമ്മൾ കോടതിയിൽ നിന്ന് സുപ്രധാനമായ ഉത്തരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് വിധി ഉണ്ടാകുമോ? അതായത് ശിക്ഷ വർദ്ധിപ്പിക്കും. ആ ശിക്ഷ എന്തായിരിക്കും എന്ന് ഇന്നറിയാൻ കഴിയുമോ, അതോ ഇന്ന് വാദമായിരിക്കുമോ? ആര്യ, ഇന്ന് തന്നെ ആ ശിക്ഷാ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതകൾ തന്നെയാണുള്ളത്. ഒന്നാമത്തെ ഇനമായാണ് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരും കൗസർ എടപ്പകത്തും ഈ കേസ് പരിഗണിക്കുന്നത്. പ്രതികളെ ഇപ്പോൾ കോടതി മുറിക്കുള്ളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. കൊലയാളി സംഘത്തിൽപ്പെട്ട 7 പേരെയും പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ നേരത്തെ വിചാരണ കോടതിയും ഇപ്പോൾ ഹൈക്കോടതിയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ CPM നേതാവ് KC രാമചന്ദ്രൻ, കെ കൃഷ്ണൻ അടക്കമുള്ള പ്രതികളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. വാഴപ്പടച്ച് റഫീഖ്, ട്രൗസർ മനോജ് അടക്കം കോടതി മുറിക്കുള്ളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്നത് ഈ കേസിൽ വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന് തന്നെയാണ്. കാരണം പ്രതികളുടെ ശിക്ഷ കുറഞ്ഞുപോയെന്നും അവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നുമുള്ള പ്രോസിക്യൂഷന്റെ ഹർജിയിൽ കോടതി ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് വേണ്ടി കോടതി 3 റിപ്പോർട്ടുകൾ ഇന്ന് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഒന്ന്, ജില്ലാ പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ട്. 2, ഈ പ്രതികൾ നേരത്തെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരുന്ന ജയിലുകളിലെ സൂപ്രണ്ടുമാരുടെ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ പ്രതികളുടെ മാനസിക ആരോഗ്യനില സംബന്ധിച്ച മെഡിക്കൽ കോളേജ് അധികൃതരുടെ റിപ്പോർട്ട്. ആ 3 റിപ്പോർട്ടുകൾ കോടതിയുടെ മുന്നിലേക്ക് വരികയാണ്. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്നത് സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവ് പ്രകാരം ഒരു പ്രതിക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ്, അതായത് വധശിക്ഷയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിരിക്കണമെന്നതാണ്. അതുകൊണ്ട് പ്രോസിക്യൂഷന്റെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിലേക്ക് അത് പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിർണായകമായിട്ടുള്ളത്. അതുകൊണ്ട് നേരത്തെ വിചാരണ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച പ്രതികളുടെ ശിക്ഷ അത് വധശിക്ഷയിലേക്ക് ഉയരുമോ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ശിക്ഷ കണ്ടെത്തിയ പുതിയ 2 പേർ, ഒന്ന് കെ കൃഷ്ണനും അതോടൊപ്പം തന്നെ ജ്യോതി ബാബുവും. ഇതിൽ ജ്യോതി ബാബു ഇന്ന് ഹാജരാകുന്നില്ല. എന്നാലും ഇവരുടെ ശിക്ഷയിൽ വാദം കേട്ടതിന് ശേഷമായിരിക്കില്ലേ ശിക്ഷാവിധി വരിക? ഇതിൽ ഹൈക്കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് CPM നേതാക്കളായ കെ കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയുമാണ്. ജ്യോതി ബാബുവിനെ ഇന്ന് കോടതിയിൽ എത്തിച്ചിട്ടില്ല. ഓൺലൈനായിട്ടായിരിക്കും ഹാജരാക്കുക. ജ്യോതി ബാബു ചികിത്സയിലാണ്, അതുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് എത്തിക്കാത്തത്. അതേസമയം കെ കൃഷ്ണനെ എത്തിച്ചിട്ടുണ്ട്. ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു നേരത്തെ കെ കൃഷ്ണൻ. ടി.പി. ചന്ദ്രശേഖരന്റെ തല തെങ്ങിൻ പൂക്കുല പോലെ തെറിപ്പിക്കും, ചിതറിക്കുമെന്ന് പ്രസംഗിച്ചതാണ് കെ കൃഷ്ണന് വിനയായി മാറിയത്. അതുകൊണ്ട് തന്നെ ഈ 2 പ്രതികളുടെയും കാര്യത്തിൽ അവർക്ക് പറയാനുള്ളത് ആദ്യമായാണ് ഒരു കോടതി കേൾക്കാൻ പോകുന്നത്. ശിക്ഷയിലേക്ക് പോകുന്നതിന് മുൻപ് പ്രതികൾക്ക് പറയാനുള്ളത് സ്വാഭാവികമായും കോടതിക്ക് കേൾക്കേണ്ടി വരും ഒരു നടപടിക്രമമാണത്. ആ നടപടിക്രമത്തിലേക്ക് കോടതിക്ക് കടക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായും പ്രതിഭാഗത്തിന് പറയാനുള്ളത് കൂടി കോടതിക്ക് കേൾക്കേണ്ടി വരും. പ്രതിഭാഗത്തിന് വേണ്ടി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്രിമിനൽ അഭിഭാഷകരിൽ ഒരാളായ ബി രാമൻപിള്ള അടക്കമുള്ളവരാണ് ഹാജരാകുന്നത്. അവർ പ്രതിഭാഗത്തിന് വേണ്ടിയുള്ള നിലപാടുകൾ കോടതിയിൽ വിശദീകരിക്കും. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷന് വേണ്ടി പി കുമാരൻകുട്ടിയാണ് RMP നേതാവ്. അദ്ദേഹമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി കേസ് നടത്തിയത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വാദങ്ങളും ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഡിവിഷൻ ബെഞ്ചിലെ ഏറ്റവും നിർണായകമായ പ്രഖ്യാപനത്തിലേക്ക് പോകാൻ പോകുന്നത്. ശിക്ഷ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. രാവിലെ തന്നെ ഈ കേസ് കോടതിയുടെ പരിഗണന